അന്ന് കോടതിയിലൊക്കെ പോയി. അന്ന് വർക്ക് സ്റ്റാൻഡിങ് ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ അധ്യക്ഷം വഹിക്കേണ്ടത്. ഇയാൾ കാലുമാറിയുകൊണ്ട് ഇയാൾക്ക് അധ്യക്ഷം വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു വിധി വാങ്ങി. അങ്ങനെ ഞങ്ങളുടെ വർക്ക് കമ്മിറ്റി ചെയർമാൻ KC വിക്രമിൻ്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോജിച്ച് വരുന്നത്. ഭയങ്കര അന്നൊന്നും ഇത്രയും ടെലിവിഷൻ്റെ ഒന്നും ഒരു ഇതില്ല. എന്നാലും പത്രക്കാരുടെ ഒരു ബഹളമായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ കൗൺസിൽ യോഗത്തിലാണ്. അപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. അഴിമതി ആരോപണം എന്ന് വെച്ചാൽ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് 1 മണിക്കൂർ ചർച്ചയാണ് നടത്തിയിട്ട് ആരും അറിയുന്നില്ല, ഒറ്റ മനുഷ്യരും അറിയുന്നില്ല. വോട്ട് അവർ ആവശ്യപ്പെട്ട്, ഇപ്പം വോട്ട് ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാം, 1 മിനിറ്റ് കൊണ്ട് അറിയാം മേയർ സ്ഥാനം പോയി, അവർ പുതിയ മേയറിനെ തിരഞ്ഞെടുക്കാം. ലീഗിൻ്റെ 2 പേര് ഞങ്ങൾ RSS കൂടിക്കൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവർ വിഡ്രോ ചെയ്ത് പോയി. അപ്പോൾ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിലകത്തിന് ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട കാര്യമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഒരു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഞാൻ വെച്ചു. അതെനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു മേയർ കൊണ്ടുവരുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരു പെർമനൻ്റ് ഗാർബേജ് ഡിസ്പോസൽ പ്ലാന്റ് PPP മോഡലിൽ. കാരണം കോർപ്പറേഷൻ ഒരു പൈസ ചിലവില്ല. ഈ നമ്മുടെ വിളപ്പശാല സ്ഥാപിക്കുന്ന നമ്മളാണ്. വിളപ്പശാലയിൽ 12 ഏക്കർ എത്ര സെൻറ്റ് ഭൂമി അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വാങ്ങിയിട്ടിരുന്നു ഈ കോർപ്പറേഷൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി. അതങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ ആന്ധ്രയിൽ പോയി പ്രതിപക്ഷ കൗൺസിലർമാരെയും നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ട് കാണിച്ച് അവർക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് അവിടെ സ്ഥാപിച്ചത്. പക്ഷേ 10-15 വർഷക്കാലം നന്നായി പ്രവർത്തിച്ചു. പക്ഷേ അത് പരാജയപ്പെടാന്ന് വെച്ചാൽ അവരവിടെ ഉൽപ്പാദിപ്പിച്ച വളം ഗവൺമെൻറ് വാങ്ങാമെന്നൊരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. വാങ്ങാതെ വന്നപ്പോൾ അത് മുഴുവൻ അവിടെ കൂടി കിടന്ന് അതിൻ്റെ നാറ്റവും അങ്ങനെ പ്രശ്നം വന്ന് പറഞ്ഞ് പിന്നെ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി. ഉമ്മൻചാണ്ടി സാർ അവിടെ ചെന്ന് പ്രസംഗിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് പൂട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യം വന്നു. അപ്പോൾ അന്ന് ഈ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഒരു ബോധവൽക്കരണ സംഗതിയായിരുന്നു. കുട്ടികളുടെ മനസ്സിലും ഒക്കെ തന്നെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്നുള്ള സംഗതി മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓടൊക്കെ ക്ലീൻ ചെയ്തു. ഇതെല്ലാം കൊണ്ടുവന്ന് വിളപ്പശാല ഇടുന്ന സാഹചര്യം വന്നു. ഒപ്പം മരനടിയിലുണ്ടായിരുന്നില്ലേ? അതും ചെയ്തായിരുന്നു. പക്ഷേ അത് മരനടിയിൽ അങ്ങനെ വിജയിച്ചില്ല. കാരണം നമ്മുടെ ആൾക്കാരാണല്ലോ ഇതെല്ലാം വലിച്ചെടുത്തുകൊണ്ട് എത്ര പ്രൊട്ടക്റ്റഡ് ഇതുണ്ടാണെങ്കിൽ തന്നെ അത് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോഴും അഭിമാനിക്കുന്നത്. ഒന്ന്, ഈ ശംഖുമുഖം തെക്കേ കൊട്ടാരം. ആ തെക്കേ കൊട്ടാരം വെച്ചാൽ കോടാനുകോടി രൂപ വില വരുന്ന തെക്കേ കൊട്ടാരമാണ് ശംഖുമുഖത്തിരിക്കുന്നത്. അതൊരു സ്വകാര്യ വ്യക്തി കൈയടക്കി വെച്ചേക്കായിരുന്നു. ആര് മേയറായിരുന്നാലും അത് സ്വാധീനിച്ച് ഏത് കോടതി വിധി ഉണ്ടായതിനും ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. അത് കോടതിയിൽ നിന്നൊരു വിധി ഞാൻ വാങ്ങിക്കൊണ്ട് ഒഴിപ്പിച്ച് കോർപ്പറേഷനെ വകയാക്കി. ഇപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇരിക്കുകയാണ്. കോടാനുകോടി രൂപ വില വരുന്ന സംഗതിയാണ് ശംഖുമുഖം തെക്കേ കൊട്ടാരം. മറ്റൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അനധികൃതമായിട്ടുള്ള കെട്ടിട നിർമ്മാണം വൻകിട മുതലാളിമാർക്ക് ഇവിടെ ആരെയും പേടിക്കില്ല. കോടതിയിൽ ചെന്നായി പോകുന്ന വെച്ചാൽ ആ ഫയൽ അവിടെ ഉണ്ടാവില്ല. ആഫീസിൽ നോക്കുകയെന്ന് വെച്ചാൽ ആഫീസിൽ ഫയൽ ഉണ്ടാവില്ല. അവരെ വീട്ടിലായിരിക്കും ഫയൽ ചെയ്യുന്നത്. ആരെങ്കിലും ടാക്സ് നിശ്ചയിക്കാനോ ഇത് അളക്കാനോ ചെന്ന് കഴിഞ്ഞാൽ അവരെ മുറിക്കകത്ത് കയറ്റി ഇടിച്ച് ചമ്മന്തിയാക്കി വിടും. ആളുടെ നിന്ന് പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഒരു തക്കം നോക്കി കോടതിയിൽ നിന്നൊരു വിധി വാങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൺഓതറൈസ്ഡ് പൊളിക്കാം, കോടതി തുറക്കുന്നതിന് മുമ്പ് പൂർത്തീകരിച്ചിരിക്കും. അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നു. അത് ചരിത്ര വിധിയല്ലേ? അതെ. കോടതി അടുത്ത ദിവസം തുറക്കുന്നതിന് മുമ്പേ, കാരണം ആരും വരില്ല ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി. രാത്രിയായിരുന്നു അപ്പോൾ ഇതെല്ലാം? ഇത് വെളുപ്പാങ്കാലത്ത് വെളുപ്പാങ്കാലം 5 മണിക്ക് മറ്റും ആരംഭിച്ച് 10 മണി കൊണ്ട് ഒരു നേരം മുഴുവൻ ഇടിച്ച് നിരത്തി കളഞ്ഞു. അതിനുശേഷം അത് നമ്മുടെ MG റോഡിലല്ല, കിഴക്കേക്കോട്ട ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകുന്ന വഴി ഗണപതി കോളിലേക്ക് ഇപ്പുറത്ത് അനധികൃത ലിക്വർ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ ഇടിച്ചു റെഡിയാക്കി. അതൊരു ചരിത്ര സംഭവമാണ്. അതിനുശേഷം
അൺഓതറൈസ്ഡ് ഘട്ടങ്ങൾ കെട്ടുന്ന ഒരു പ്രവണത തലസ്ഥാന നഗരത്ത് നിന്ന്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുട്ടയും പാലും ആദ്യമായിട്ട് കൊടുക്കുന്നത് ഞാൻ മേയറായിരുന്ന സമയത്താണ്. അതെ അതെ, അത് ഓർമ്മയുണ്ട്. പത്രത്തിൽ വലിയ നയനാർ ലോകത്ത് എവിടെ പോയാലും പ്രസംഗിക്കും. അതെ അതെ, അത് പറയുമായിരുന്നു. പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയും നയനാർ മുഖ്യമന്ത്രി സമയത്ത് വലിയ വെച്ചാണ് ഈ മുട്ടയും പാലും കൊടുക്കുന്നത്. നയനാർ പാർട്ടി കോൺഗ്രസിനൊക്കെ ബംഗാളിലൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം പ്രസംഗിക്കുമായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ അത് ശരിക്കും കോർപ്പറേഷൻ്റെ ഫണ്ട് തന്നെ, കോർപ്പറേഷൻ്റെ ഫണ്ടിൻ്റെ ജനീയ ആസൂത്രണത്തിലെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല, അതിനുശേഷമല്ലേ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയർക്ക് ഗൺമാനെ തരുന്നത്. അതൊക്കെ ഈ പല രണ്ടും സംഭവങ്ങളുണ്ടായപ്പോൾ ഞാൻ ഈ RSSൻ്റെ ഒരു ഭീഷണി വധഭീഷണി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചില വധഭീഷണി ഉണ്ടായിരുന്നു. അത് നമ്മൾ ചോദിച്ചാൽ തരില്ലല്ലോ. ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചില പ്രോട്ടോകോൾ മാനുവൽ ഉണ്ടല്ലോ, സെക്യൂരിറ്റി പ്രോട്ടോകോൾ മാനുവൽ ഉണ്ടല്ലോ. ആ സെക്യൂരിറ്റി പ്രോട്ടോകോൾ മാനുവലിൽ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലോ ഇവർ കൊടുക്കുകയുള്ളൂ. അങ്ങനെ മേയറായിരുന്ന സമയത്തും അതിനുശേഷം ഈസ്റ്റ് മണ്ഡലത്തിൽ MLA ആയിരുന്ന സമയത്തും ഗവൺമെൻ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ പിന്നെ ചില പ്രശ്നങ്ങളിൽ നിന്ന് തലനാരിയുടെ രക്ഷപ്പെട്ടു പോയ സംഭവങ്ങളും. അതെന്താ സംഭവം? അത് 2-3 സംഭവങ്ങളുണ്ട്. അങ്ങനെ 2-3 സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ ആക്രമണത്തിന് വരുമായിരുന്നു. പ്രത്യക്ഷത്തിൽ നമ്മളറിയുന്നില്ല, അവരെ ദൗത്യം പരാജയപ്പെടുന്നു. അവർ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന് നോക്കിയിട്ട് അത് പരാജയപ്പെടുന്നു. അപ്പോൾ അത് അങ്ങനെ ആ നിലയിൽ സംഭവപൂർവമായിട്ടുള്ള പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ശുദ്ധജല വാട്ടർ അതോറിറ്റിക്ക് ബദലായ ഒരു ശുദ്ധജലത്തിൻ്റെ പ്യൂരിഫൈങ് ഇട്ട് തൃക്കണ്ണാപുരത്ത് 15 ml വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് സ്ഥാപിച്ചത് ഞാൻ മേയറായിരുന്ന സമയത്താണ്. അതിപ്പോഴും നന്നായിട്ട് തന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നഗരത്തിൽ ഒരു സമ്പൂർണ്ണ മുഖ്യമന്ത്രിയായിരുന്നു. കുറേ കാര്യങ്ങൾ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞു ഉള്ളതാണ്. പിന്നെ തമ്പാനൂരെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു ശ്രമം നടത്തിയായിരുന്നു. അന്നും പ്രശ്നം പിന്നെ അവിടുത്തെ റെയിൽവേയുടെ ഓടയായിരുന്നു. പക്ഷേ അത് അന്ന് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പാർവതി പുത്തനാർ ശുചീകരിക്കുന്നതിന് വേണ്ടി ഒരു ദൗത്യം തുടങ്ങി. പക്ഷേ അതും വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ സമസ്ത മേഖലകളിലും നമുക്ക് കൈവയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം